ശ്രീ എം പ്രകാശൻ 2021 ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു UDF-ന്. പക്ഷേ അതുണ്ടായില്ല. ഭരണ തുടർച്ച ഇതാദ്യമായി കേരളത്തിലുണ്ടായി. ഇനിയിപ്പോൾ നിങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പല നേതാക്കളും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അതങ്ങ് തുടരട്ടെ, വലുതാവട്ടെ എന്നുള്ള പ്രത്യാശയിലാണോ? ചുരുക്കി ഞങ്ങളുടെ പ്രത്യാശയേക്കാളേറെ എന്താണ് പാർട്ടിക്കകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇതുപോലെ ജീർണതയിൽ കോൺഗ്രസ് എത്തിച്ചേർന്ന മറ്റൊരു കാലഘട്ടമുണ്ടോ? ഇവകൾ കണ്ണൂരിൽ ഒരു MPക്കെതിരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസിൻ്റെ DCC ബ്ലോക്ക് നേതാക്കന്മാർ പ്രകടനം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയാണ്. പരസ്യമായി നടു റോട്ടിൽ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, കോലം കത്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു നില കോൺഗ്രസിനകത്ത് എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ജില്ലയിൽ. ഇവിടെ കോൺഗ്രസിനകത്തുള്ള തർക്കം ഈ പറഞ്ഞു തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന സകല നേട്ടങ്ങളും ഈ പറയുന്ന ഒരു നേതാവിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു യുവ ചൈതന്യം കൊണ്ടാണ് ഇത് സ്ഥാപിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നു. മറ്റ് നേതാക്കന്മാർ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നു. ഇപ്പോൾ മുരളീധരനും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും ഒന്നും കോൺഗ്രസ് നേതാക്കന്മാരെ അല്ല എന്നുള്ള നിലക്ക് സ്ഥാപിക്കുന്നതിനുള്ള നീക്കം ഒരു പാർട്ടിക്കകത്ത് അത് ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതായിരിക്കില്ല. ഉണ്ടാകുന്ന നേട്ടങ്ങളാകെ ഒരാളുടെ നേട്ടം കൊണ്ടുണ്ടാകുന്ന റിസൾട്ടാണ് എന്ന് പറയാൻ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ശ്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസിൻ്റെ നില അതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാരാ? KPCC നേതാവ് അധ്യക്ഷനല്ലേ? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവാണോ? അദ്ദേഹം ഭരണരംഗത്തുള്ള ഒരാൾ മാത്രമല്ലേ? അദ്ദേഹമാണ് കോൺഗ്രസിനെ ആകെ നേതാവെന്ന് സ്ഥാപിക്കാൻ ഒരു പറ്റം ആളുകൾ ശ്രമിച്ചാൽ അതെങ്ങനെയാണ് കോൺഗ്രസിനെ ഐക്യമുണ്ടാക്കുക? പിന്നെ KPCC പ്രസിഡന്റ് എന്നെ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ മറുകണ്ഠം ചാടും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ലോ? ശ്രീ എം പ്രകാശിന് ഒരു മറു ചോദ്യമുണ്ട്. പാർട്ടി സെക്രട്ടറിയാണോ മുഖ്യമന്ത്രിയാണോ പാർട്ടിയിൽ ശക്തൻ എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. എന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നുള്ള ചോദ്യത്തിന് രണ്ടു തരമില്ല. അത് ഞങ്ങളുടെ PB അംഗമായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതിലെന്താ തർക്കമുള്ളത്? അദ്ദേഹം ദീർഘകാലമായിട്ട് PBയെ നയിക്കുന്ന നേതാവാണ്. അദ്ദേഹമാണ് കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ നേതാവ്. സംസ്ഥാനത്തിലെ പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദ മാഷാണ്. ഞങ്ങൾക്കായാലും യാതൊരു തർക്കമില്ല. നിങ്ങൾക്ക് അക്കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇവർ തമ്മിൽ എന്തെല്ലോ തർക്കമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി നിലപാടോടെ പരിഗണിക്കുന്ന പാർട്ടിയാണ്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവസാന വാക്ക് പാർട്ടി സെക്രട്ടറിയുടേതായിരുന്നു. അപ്പൊ അങ്ങനെയല്ലല്ലോ. ഒരിക്കലും അത് നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും കേരളത്തിൽ അതാ പറഞ്ഞത്, ഞങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി അല്ല, ഞങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അതിലെന്താ സംശയം? അദ്ദേഹം ദീർഘകാലമായിട്ട് PBയെ നയിക്കുന്ന നേതാവാണ്. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷാണ്. ഇതിൻ്റെ വേറെ തർക്കമുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളെ കാര്യങ്ങൾ ജനാധിപത്യപരമായിട്ട് ആലോചിച്ചാൽ തീരുമാനിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്വന്തമാക്കി മാറ്റി ഞാനാണ് എല്ലാറ്റിനെയും ആണെന്ന് സ്ഥാപിക്കാനുള്ള പാർട്ടി ഉണ്ടാക്കിയ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ VS പാർട്ടിയുടെ നേതാവേ അല്ല നിങ്ങളെപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ നിലയേ അല്ല കോൺഗ്രസിന്. കോൺഗ്രസിനകത്ത് വ്യക്തികളാണ് കാര്യങ്ങൾ നയിക്കുന്നത് എന്ന് വരുത്താൻ ശ്രമം നടക്കുകയാണ്. ഉണ്ടായ നേട്ടങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിന് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമം നടക്കുമ്പോൾ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണല്ലോ തിരുവഞ്ചൂരിക്കാരും പറയുന്നത്, അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തലക്കാർ പറയേണ്ടി വരുന്നത്, അതുകൊണ്ടാണല്ലോ മുരളീധരനിക്കാർ ഭാഗമായി നിന്നിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ആ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്തുവെന്ന് ആ പാർട്ടിക്കാരെ പറയേണ്ടത്. പക്ഷേ ആ പാർട്ടിയുടെ അന്തരീക്ഷം ഒട്ടും ജനാധിപത്യപരമല്ല. അവിടെ ജനാധിപത്യപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്തല്ല തീരുമാനിക്കുന്നത്. ജനാധിപത്യമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.